2 കളർ വെള്ളം. നമ്മളെല്ലാവരും പഴയ പള്ളിയിൽ നിന്ന് അല്ല പുതിയ പള്ളികളിൽ നിസ്കരിച്ചിട്ട് ഇത്തരം പള്ളികളൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നല്ല എവിടെയും കാണാനില്ല, വളരെ അപൂർവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ പഴയ ആൾക്കാരുകൾ അവരുണ്ടാക്കിയതും പ്രാർത്ഥനയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായ പള്ളിയും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. മാലിദ്വീപിൽ നിന്നുള്ള നയനസുന്ദരമായ കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരികയാണ്. ഞാൻ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓൺലൈൻ. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയായി മാറും. കാരണം അത്രയും സുന്ദരമായ കാഴ്ചകളാണ് ഈ മാലദ്വീപ്സിലെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മാലദ്വീപിലെ ഏത് ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോഴും നമുക്ക് കണ്ണിൽ പെടുക ഇത്തരം സ്കൂട്ടറുകളായിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ സ്കൂട്ടറുകളാണ്. സമയത്ത് ഇവിടെ 9:30 മണി രാവിലെ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ എല്ലാം അവധി കൂടുതലാണ്. ആദ്യം തന്നെ നേരെ വന്നത് ഞാൻ ഇവിടെ അടുത്തുള്ളൊരു ബീച്ചിലേക്കാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ, രാവിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ച് രാവിലെ ഇറങ്ങിയതാണ്. നല്ല വൃത്തിയൊക്കെയുള്ള ബീച്ചാണ് കേട്ടോ. പക്ഷെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. വലുതായിട്ട് എനിക്കൊന്ന് വൈകുന്നേരം ആകുമ്പോഴൊക്കെ ആയിരിക്കും ആളുകളൊക്കെ കൂടുക. ഇന്ന് മൊത്തത്തിൽ ഇവിടെ മാലദ്വീപിൽ ഒരു അവധി മൂഡിലാണ്. വലിയ വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും വെളിയിലില്ല, അത്ര അവസ്ഥയാണ്. ഈ ബീച്ചിൻ്റെ ഇതുള്ള ഒരു ചെറിയൊരു മാപ്പാണിത്. അപ്പോൾ ഇവിടെയുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. കടലിൽ എന്ത് ഭംഗിയാണെന്നോ ഇവിടുത്തെ കടലുകളെ കാണാൻ. അവിടെ ഇരുന്ന് വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നറിയില്ല. ആരോ ബുദ്ധിമോശം കൊണ്ടൊക്കെ ചെയ്ത് കൂട്ടുന്ന കുറേ കോപ്രായങ്ങളുണ്ടല്ലോ, പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ്, അതൊക്കെ അവർ മുങ്ങിയെടുത്തിട്ട് വരുന്നൊരു രംഗമായിരുന്നു ഞാൻ ഇപ്പോൾ കാണിച്ചത്. പക്ഷെ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോഴേക്കും അവർ ഇവിടെ അകത്ത് കരയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. കളർ 2 കളർ വെള്ളം. നല്ല കാലാവസ്ഥയായിരുന്നു, വലിയ ചൂടോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ദൈവം ഈ നാടിന് ഒരുപാട് ഭംഗി വാരിക്കോരി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചുറ്റും കടലാണ്, എങ്കിൽ കൂടി ആ കടലിന് കൂടി ഭംഗിയുണ്ട്. നമ്മൾ ഒരുപാട് കടൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ നയനസുന്ദരമായിട്ടുള്ള ഒരു കടൽ മനസ്സിന് വളരെ കുളിർമ നിർത്തുന്ന ഒന്നാണ്. ഞാൻ വീഡിയോയിൽ കണ്ടില്ല, ലക്ഷദ്വീപിൽ ഉള്ള വീഡിയോയിലൂടെ ഇത്തരം കടലിൻ്റെ ഭംഗി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നേരിൽ പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ ലക്ഷദ്വീപ് ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പം ആ ഒരു കടൽക്കായലിലെ വെള്ളത്തിനുള്ള ഒരു ഭംഗി ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം മാൽഡീവ്സിലും കടലിന് പോലും അതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടെന്നുള്ളതാണ്. ഈ ബീച്ചിൻ്റെ പേരാണിത്, റസ്വാനു ബീച്ച്. ഇവിടെ കടൽ വെള്ളത്തിൽ കുളിച്ച ശേഷം നല്ല വെള്ളത്തിൽ കുളിക്കാനുള്ള ഒരു സംവിധാനം, ഷവറൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. നേരെ ഞാൻ വെള്ളിയാഴ്ച ജുമ നിസ്കരിക്കാനായിട്ട് പള്ളിയിലേക്ക് എത്തി. മാലദ്വീപിലെ ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുകയാണ്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പള്ളി നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇമാമിൻ്റെ ഖുതുബ് തുടങ്ങി. ജുമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഞാൻ. ഒറ്റക്കാണല്ലോ. അങ്ങനെ കറങ്ങുമ്പോഴാണ് ഇവിടെ ഒരു പള്ളി ഞാൻ കണ്ടത്. ഈ സ്ട്രീറ്റ് വഴി ഇങ്ങനെ നടന്നു വരികയായിരുന്നു. നടന്നു വരുമ്പോൾ ഇവിടെ ഒരു പഴയൊരു പള്ളി കണ്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, ഒരു പഴമയുള്ളത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കുകയാണ്. ഒരാൾ അത് വൃത്തിയാക്കുന്നുണ്ട്. മൂപ്പരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഇതിൻ്റെ ഇതെന്നുള്ളത്. പഴയ പള്ളിയാണെന്നാണ്. ഇതിപ്പോൾ പുതുതായിട്ട് പണിതാണ് വെള്ളം ഉണ്ടാക്കാനുള്ളത്. ഇത് കിണറാണ്, ഇത് മൂടിയിട്ടുള്ളത്. How many years old is this one? How many years old? It's 100 years before. Some history for here? This mosque is for some history? Huh?
ഇദ്ദേഹത്തിന് കൂടുതൽ അറിയില്ല. ഇതിൻ്റെ അടുത്തൊരു മ്യൂസിയം ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. എന്തായാലും പള്ളിയുടെ അകത്തളത്തിലേക്കൊന്ന് പോവാം. നമ്മളെല്ലാവരും പഴയ പള്ളിയിൽ നിന്ന് അല്ല പുതിയ പള്ളികളിൽ നിസ്കരിച്ചിട്ട് ഇത്തരം പള്ളികളൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നല്ല എവിടെയും കാണാനില്ല, വളരെ അപൂർവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ പഴയ ആൾക്കാരുകൾ അവരുണ്ടാക്കിയതും പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായ പള്ളിയും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ബിസ്മില്ലാഹ് اللهم افتح لي ابواب الرحمة. മേൽക്കൂരകളും തടികളിൽ നിർമ്മിച്ചിട്ടുള്ള അത്ര ഐറ്റൊന്നുമില്ല. മരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊക്കെ അറബി ലിപികൾ എഴുതിയിട്ടുണ്ട്. ഇതല്ലേ എല്ലാം മരത്തിൽ നിർമ്മിച്ചിട്ടുള്ള കൊത്തുപണികളാണ് കംപ്ലീറ്റ്. കാർപ്പറ്റ് മാത്രമേ ഇവിടെയുള്ള പൊതുങ്ങുള്ളൂ. ഇതായിട്ടുള്ള ബാക്കി കംപ്ലീറ്റ് മരങ്ങൾ, മരത്തടി നിർമ്മിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ചുമരൊക്കെ പഴയ തേപ്പ് തന്നെയാണ്. നല്ലൊരു ഭംഗിയുള്ള പള്ളി. പുതിയ എന്താ പറയുക ഹർബാഡായിട്ടുള്ള പള്ളികൾ കണ്ട് നമ്മൾ പരിചയിച്ച് നമുക്ക്, പക്ഷേ വീഡിയോയിൽ എനിക്ക് അറിയില്ല, പക്ഷെ നേരിൽ കാണുമ്പോൾ വളരെയധികം മനസ്സിനൊരു കുളിർമ കിട്ടുന്നുണ്ട്. ഇതിന് നേരെ ബാക്ക് സൈഡ്സ് തന്നെ മ്യൂസിയം ഉണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററിക്കലൊക്കെ അവിടെ ഉണ്ടെന്നാണ് നമുക്ക് പറഞ്ഞത്. തളിപ്പറമ്പ് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പള്ളിയുണ്ട്. നമ്മൾ അതിപ്പോൾ ഉണ്ടോ എന്നുള്ളത് ഓർമ്മയിലൊന്നുമില്ല. 1150കളിൽ ആദ്യത്തെ മുസ്ലിം രാജാവ് നിർമ്മിച്ച പള്ളിയാണ് ഈ പള്ളി. അത് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ധർമ്മവന്ത മിസ്കി എന്നാണ് പറയുന്നത്. 1153 ഇവിടുത്തെ രാജാവ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വരെ ഇവിടെ ബുദ്ധമത വിശ്വാസികളായിരുന്നു. രാജാവ് ഇസ്ലാം മതത്തിലേക്ക് വന്നതിന് ശേഷം ഇവിടെ പള്ളി നിർമ്മിച്ചു എന്നാണ് ചരിത്രം. ലദ്വീപ് ഇസ്ലാമിലേക്കുള്ള പരിവർത്തനം രാജാവായ ദവാമിയുടെ കാലത്ത് തന്നെ നടന്നു. പിന്നീട് മൊറോക്കോയിൽ നിന്നുള്ള അബു അൽ ബർക്കത്ത് യൂസുഫ് അൽ ബർബാരി എന്നവരും ഇവിടെ സന്ദർശനം നടത്തി. ഇബിൻ ബത്തൂത്തയും ഇവിടെ സന്ദർശനം നടത്തിയതായി കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പള്ളികൾ ഉണ്ടായിരുന്നു എന്ന് പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വളരെ ചുരുക്കം പള്ളികൾ ലോകത്തന്നെ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. പഴയ ആളുകളൊക്കെ കഷ്ടപ്പെട്ടു ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അന്ന് പ്രയത്നിച്ചിട്ട് ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ 100 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയാം. അപ്പോൾ 100 വർഷത്തിൽ എത്ര ആയിരം ആളുകൾ ഇവിടെ ഒന്ന് സുജൂദ് ചെയ്തിട്ടുണ്ടാവും. മാഷാ അല്ലാഹ്. നല്ല 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ എനിക്കും ഇതൊരു ഭാഗ്യം കിട്ടി. അൽഹംദുലില്ലാഹ്, അല്ലാഹു ശുക്ർ, സുമ്മ അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. അങ്ങനെ ആ പള്ളിയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നേരെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചു. നല്ല വിശക്കുന്നുണ്ട്. അവിടെ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ടൊന്ന് ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ച് നടക്കുകയാണ്. ഭക്ഷണത്തിന് ശേഷം ഒന്ന് മ്യൂസിയം ഒന്ന് കാണണം. അതുപോലെ അവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് കാണണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു ബിരിയാണി കഴിക്കാൻ വെച്ച് കയറിയതാണ്. ഇതാണ് ഇവിടുത്തെ റേറ്റ്, വില വിവരങ്ങൾ കണ്ടില്ലേ. ബ്ലാക്ക് കോഫിക്ക് 7 റുഫിയ, ബൂസ്റ്റിന് 15 റുഫിയ, ഹോർലിക്സിന് 15. UAE ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴുള്ളത് ലിസ്റ്റ് ഇതാ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ റേറ്റും UAE റേറ്റും ഇവിടുത്തെ മാൽഡീവ്സിൻ്റെ. ഇവിടുത്തെ റേറ്റ് കണ്ടില്ലേ. ഒരു മിക്സ് കൊത്തിന് 75 റുഫിയാണ് ഇവിടുത്തെ. നാട്ടിലെ 422 രൂപയായി. ചിക്കൻ കറിക്കും അങ്ങനെ. ഞാനേതായാലും നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ചു.
ഒത്തിരി മന്തിപ്പുണ്ട്. അപ്പോൾ തൽക്കാലം ചെറിയൊരു മഴക്കാലം കഴിഞ്ഞ് വീണ്ടും വരാം. അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കുക. നമസ്കാരം.